Hello everyone, welcome to Disha Academy. നമ്മുടെ സ്പീഡ് മാത്സിന്റെ ആറാമത്തെ സെക്ഷൻ ആണെന്ന് 5 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചെയ്യാൻ തന്നിരുന്നു, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പൊ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സോ എത്രയാണ് ആൻസർ കിട്ടിയത്? ഓപ്ഷൻസ് 12 ഉണ്ടായിരുന്നു, 13 ഉണ്ടായിരുന്നു, 14 ഉണ്ടായിരുന്നു, 15 ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് കിട്ടിയ എന്താണ് ആൻസർ? ഓക്കെ, 37 into 21 777 ആണ്. 35 into 45 40 square minus 5 square വരും 1575 plus 392 is equal to x cube വരും. ഓക്കെ, ഇതെങ്ങനെയാ പെട്ടെന്ന് ചെയ്തേന്നുള്ളതും കൂടെ പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു ആൻസർ ഒന്ന് പറയട്ടെ. 7 plus 5 12 ആണ്, 12 plus 2 14 ആണ്, റിമൈൻഡർ 1. 9 plus 1 10 ആണ്, 10 plus 7 17, 17 plus 7 24, ബാലൻസ് 2 ആണ്. 7 plus 2 9, 9 plus 5 14, 14 plus 3 17 ആണ്, ബാലൻസ് 1, 2 plus 1 1 plus 1 2. സോ 2744 ആണ്. 2744 എന്ന് പറഞ്ഞാൽ 14ന്റെ ക്യൂബ് ആണ്. സോ ആൻസർ 14 കിട്ടും. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ. രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, 3 അഡീഷൻ ഉണ്ട്, എന്നിട്ടൊരു ക്യൂബ് റൂട്ട് ഉണ്ട്. സോ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 37 into 21 ചെയ്യാനായിട്ട് 37ന്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അത് 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കഴിഞ്ഞുള്ള ബാക്കി നമ്പർ 3 തവണ എഴുതിയാൽ മതി. 21 divided by 3 ചെയ്യുമ്പോൾ 7 ആണ് കിട്ടുന്നത്. സോ 777. ഫോർ എക്സാമ്പിൾ 37 into 27 ആണെങ്കിൽ ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 9 ആണ്. സോ ആൻസർ 999 ആയിരിക്കും. ഇപ്പൊ 37 into 18 ആണെങ്കിൽ ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 6 ആണ്. സോ ആൻസർ 666 ആയിരിക്കും. സോ അതുപോലെ ഇവിടെ 21 by 3 ചെയ്യുമ്പോൾ 7 ആണ്. സോ 777 എഴുതി. ഇനി 35 into 45, അതിൽ ഞാൻ 40 square minus 5 square എന്ന് എഴുതാതെ പറഞ്ഞു. എങ്ങനെയാണ് അത് വന്നത്? 45 35 നോക്കേ, എന്താണ് അതിന്റെ പ്രത്യേകത? a plus b into a minus b ഫോമിൽ എഴുതാം അല്ലെ. 35 എന്ന് പറഞ്ഞാൽ 40 minus 5 ഉം 45 എന്ന് പറഞ്ഞാൽ 40 plus 5 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 40 square minus 5 square ചെയ്ത ആൻസർ 40 square 1600 ആണ്. അതിൽ നിന്ന് 25 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1575 വരും. പ്ലസ് 392 is equal to x cube. ഇനി ആഡ് ചെയ്തത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഈ 700 ഉം 300 കൂടെ ആഡ് ചെയ്ത് 1000 എന്ന് ആലോചിച്ച് മാറ്റി വെച്ചിട്ട് ഈ 1000 ഉം ഈ 1000 ഉം കൂടെ 2000 എന്ന് ആലോചിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി 575 ഉം 92 ഉം 72 കൂടെ ആഡ് ചെയ്ത് 77 കൂടെ ആഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ ഡിജിറ്റ് വെച്ചിട്ട് ആഡ് ചെയ്യാം. സോ നമുക്ക് എത്ര വരും ആൻസർ? ഫൈനലി 2744 അല്ലെ. 2744 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അഡീഷൻ പ്രാക്ടീസ് ചെയ്താൽ സ്പീഡ് ആയിക്കോളും. 2744. ഈ 2744 എന്തിന്റെ ക്യൂബാണ്? എക്സ് ക്യൂബ് 2744 ആണെങ്കിൽ എന്ത് വരും? 14 വരും. ഇനി ഈ പ്രോബ്ലം ഇങ്ങനെ ഒന്നും അല്ലാണ്ട് വീണ്ടും ഒരു രീതിയിൽ ചെയ്യാം. ഈ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്നും അല്ലാണ്ട് വീണ്ടും ഒരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാന്ന് നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ്. ഇപ്പൊ ഓപ്ഷൻ ഈ 4 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലേ, 5 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നൺ ഓഫ് ദീസ് ഒരു ഓപ്ഷൻ കാണില്ലേ, ഓപ്ഷൻ 5 നൺ ഓഫ് ദീസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ആണ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ആണ്. നൺ ഓഫ് ദീസ് ഇല്ലെങ്കിൽ, ഓപ്ഷനിൽ നൺ ഓഫ് ദീസ് ഇല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്നത് 37 into 21 ആണ്. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 7 ഉം 1 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 7ൽ എൻഡ് ചെയ്യും. അതുപോലെ 35 into 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഉം 5 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5ൽ തന്നെ എൻഡ് ചെയ്യും. സോ ഈ നമ്പറിന്റെ പ്രോഡക്റ്റും 5ൽ എൻഡ് ചെയ്യും. 35 into 45 5ൽ എൻഡ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് നമ്പർ 392 അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. സോ ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 7 ഉം 5 ഉം 12 ഉം 2 ഉം 14, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് വരുന്നത്. എന്തിന്റെ ക്യൂബാ 4 വരുന്നത്? 2ന്റെ ക്യൂബ് അവസാനം 8 വരുന്നത്. 3യുടെ ക്യൂബ് ആണെങ്കിൽ 7 വരുന്നത്. 4ന്റെ ക്യൂബ് ആണെങ്കിൽ 4 വരും. 5ന്റെ ക്യൂബ് ആണെങ്കിൽ 5 വരും. അപ്പൊ 4ന്റെ ക്യൂബല്ലേ ഉള്ള 4 വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 14 എഴുതാം. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കി, അതായത് ഒരു മൾട്ടിപ്ലിക്കേഷനും ചെയ്യാതെയും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാ രീതിയും ട്രൈ ചെയ്ത് നോക്കുക. നൺ ഓഫ് ദീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ചെയ്തേ സെയിം മോഡലാണ്. വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ഇതുപോലെ ഒരു നമ്പർ ആണ് 35 into 25, 55 into 45 plus 25 is equal to x cube. എത്ര കിട്ടിയ ആൻസർ? സെയിം ടൈപ്പ് അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. 35 into 25 എന്ന് പറയുമ്പോൾ 30 plus 5 ഉം 30 minus 5 ആണ്. So 900 minus 25 ആണ് അവിടെ വരുന്നത്. അതുപോലെ 55 ഉം 45 ആവുമ്പോഴത്തേക്കും 40 plus 5 ഉം 50 plus 5 ഉം 50 minus 5 ആണ്. So 50 യുടെ സ്ക്വയർ 2500 minus 25 ആണ് അവിടെ വരുന്നത്. Plus 25 is equal to x cube. So ഒരു 25 ഉം 25 ഉം cancel ആയി 2500 ഉം 900 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3400 ആണ്. 3400 നിന്ന് 25 പോകുമ്പോഴത്തേക്കും 3700 ആണ്. 3375 ആണ് x ക്യൂബ് വരുന്നത്. 3375 ആണ് x ക്യൂബ് വരുന്നത്. ഇത്രയും കിട്ടിയായിരുന്നോ? 3375 എന്തിന്റെ ക്യൂബ് ആണ്? ക്യൂബ് പഠിച്ചിരിക്കുന്ന ആൾക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, അറിയാം x എന്ന് പറയുന്നത് 15 ആയിരിക്കും അല്ലെ, 15ന്റെ ക്യൂബ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഇതും നൺ ഓഫ് ദീസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് 5 എൻഡ് ചെയ്യും, ഈ ഒരു പ്രോഡക്റ്റും 5 എൻഡ് ചെയ്യും, ഇതും 5 എൻഡ് ചെയ്യാം. 5 plus 5 10, 10 plus 5 5. സോ എന്തിന്റെ ഒരു ക്യൂബ് 5 എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 5 അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ ക്യൂബ് മാത്രമേ 5 എൻഡ് ചെയ്യൂ. സോ 15 തന്നെ കേട്ടോ. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. (352 by 99). Simpler question. Just ഒരു division trick. 352 by 99 എങ്ങനെ ചെയ്യാം? 352 by 99 ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ്. ഇതിന്റെ ആൻസർ 3.55 ആണ്. ഫോർ എക്സാമ്പിൾ 270 232 divided by 99 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 2.34 ആണ്. 341 divided by 99 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 3.44 ആണ്. 435 divided by 99 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 4.39 ആണ്. എങ്ങനെ കിട്ടി ഇതൊക്കെ പെട്ടെന്ന്? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ട്രിക്കി മെത്തേഡ് നോക്കാം. 352 by 99 ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ 52നെ അങ്ങ് മാറ്റണം. ബാലൻസ് എന്താ? 3 അല്ലേ? അപ്പൊ 3 പോയിന്റ്, എപ്പോഴും ആ 3 പോയിന്റ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് കിടക്കുന്ന ആ ഡിജിറ്റ് പോയിന്റ്. ഇനി 52 ഈ 3യുടെ കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 55. സോ 3.55. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ ആൻസർ പറഞ്ഞേ. 432 by 99 എന്ത് വരും? 432 by 99 എന്ത് വരും? 32ന്റെ കൂടെ ആഡ് ചെയ്യണം. ഈ 4നെ തന്നെ ആഡ് ചെയ്താൽ മതി അല്ലേ? 36. 4.36. ക്ലിയർ ആണോ? ശരി, 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് അതിന്റെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. 523 by 99. 523 by 99. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഒരു 99 കൊണ്ടുള്ള ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യും? 5 പോയിന്റ് ഫസ്റ്റ് ഡിജിറ്റ് 5.23യും 5ഉം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? 23യും 5ഉം കൂടെ ആഡ് ചെയ്താൽ മതി. എത്ര വരും? 28. 5.28. 5.28. അപ്പൊ 99ന്റെ ഡിവിഷൻ ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ 523 by 999 ആയിരുന്നെങ്കിൽ എന്താ ആൻസർ? 523 by 999 ആയിരുന്നെങ്കിൽ എന്താ ആൻസർ? 0.523 523 523 523 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഇവിടെ 5.282828 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് ഇങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ് എഴുതി വെക്കാനായിട്ട് പറ്റും. റിക്കറിങ് തന്നെയാണ്. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം?
523 എല്ലാം റിക്കറിംഗ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ഡെസിമൽസ് ആണ്. നമുക്ക് ഫൈനൽ ആൻസർ ഓൾമോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ബാങ്ക് എക്സാംസ് അറിയാലോ, IBPS PO ആണ് ആദ്യം വരാൻ പോകുന്ന എക്സാം. അത് കഴിഞ്ഞിട്ട് IBPS ക്ലർക്കിന്റെ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ RRBയുടെ എക്സാം, ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസ് ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദിശ അക്കാഡമിയോടൊപ്പം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ ബാങ്കിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ റെക്കറിയും കൂടെ പറയുവാണ്. 523/99 ആണെങ്കിൽ അതിനെ നമുക്ക് 0.523 ബാർ, അതായത് 523 റിപ്പീറ്റഡ് ആയിരിക്കും. ഈ 599 ആണെങ്കിൽ ഓക്കെ. അതുപോലെ 523/99 ആണെങ്കിൽ 5.23യും 5 കൂടെ ആഡ് ചെയ്യണം, 20, 5.2828282828 അങ്ങനെയും വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ പെർസെന്റേജിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കി, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റണം. വിത്തിൻ സെക്കൻഡ്സ് ആൻസർ പറയണം. ഒരു 10 സെക്കൻഡിലൊക്കെ ആൻസർ പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ 2 സെക്കൻഡിൽ ആൻസർ പറയണ്ടേ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് 10 സെക്കൻഡ് തരും, പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. യെസ്, കിട്ടിയായിരുന്നോ? ആൻസർ കിട്ടിയായിരുന്നോ? പെട്ടെന്ന് കിട്ടിയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് ആൻസർ? എന്താണ് ആൻസർ? 232 ആണ് ആൻസർ. 232 ആണ് ആൻസർ. എന്തുകൊണ്ടാ? 36%ഉം 64%ഉം 36%ഉം 64%ഉം കൂടെ ആഡ് ചെയ്ത 100% ആയില്ലേ? 100% ആയില്ലേ? അപ്പൊ 100% ഓഫ് 232 എന്ന് പറഞ്ഞാൽ 232 തന്നെയാണ്. 100% ഓഫ് 232 എന്ന് പറഞ്ഞാൽ 232 ആണ്. മനസ്സിലായോ എങ്ങനെയാ ചെയ്തത്? 36% of 232 plus 64% of 232 എന്ന് പറഞ്ഞാൽ 232ന്റെ 36% എടുത്തിട്ട് 64% എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 100% കിട്ടും അല്ലെ? 64 plus 36 100% ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ 232 തന്നെ വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അങ്ങനെ നമുക്ക് അതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് ഒന്ന് ചെയ്തു പോണേ. ഒന്ന് ചെയ്തു പോണേ. എന്ത് കിട്ടും ആൻസർ? ഇപ്പൊ മെത്തേഡ് മനസ്സിലായല്ലേ? പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നുണ്ട് അല്ലെ? എന്താ ആൻസർ? 132 അല്ലെ? ആണോ? ശ്രദ്ധിച്ചു നോക്കേ. അത് ആഡ് ചെയ്യുമ്പോൾ 100% ആണോ? പെട്ടെന്ന് ആൻസർ പറയാൻ പറയുമ്പോൾ തെറ്റാനും ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചു ചെയ്യാം. 46ഉം 56ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% അല്ല, 102% ആണ്. 102% ആണ്. 102% of 132 ആണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. 102% of 132 കണ്ടുപിടിക്കാം. 100% എന്ന് പറഞ്ഞാൽ 132 ആണ്. 2% എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 1.32 ആണ്. 2% എന്ന് പറയുമ്പോൾ 2.64 വരും. സോ 134.64 എന്ന് വരും അല്ലെ? 134.64. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാവേ. എന്താ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 46%ഉം 56%ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 102%. അതായത് 100%ന്റെ കൂടെ 100%ന്റെ കൂടെ 2%ഉം കൂടെ ആഡ് ചെയ്താലേ 102% കിട്ടുള്ളൂ. 100% എന്ന് പറഞ്ഞാൽ 132. 132ന്റെ 100% എന്ന് പറഞ്ഞാൽ 132ന്റെ 100% എന്ന് വെച്ചാൽ 132 തന്നെയാണ്. ഓക്കെ, 100% of 132 എന്ന് പറഞ്ഞാൽ 132 തന്നെയാണ്. ബാലൻസ് 2% കൂടെ വേണ്ടേ? 100% അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സുകളായി നമ്മൾ 5 ക്ലാസ്സുകളായിട്ട് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 100% 132 ആണെങ്കിൽ 10% എന്ന് പറയുന്നത് 13.2 ആയിരിക്കും. അതുപോലെ 1% എന്ന് പറയുന്നത് 1.32 ആയിരിക്കും അല്ലെ? സോ 100% എന്ന് പറയുന്നത് 132 ആണെങ്കിൽ 10% ആകുമ്പോൾ ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് മാറി ഡെസിമൽ പ്ലേസ് വരും. 1% ആകുമ്പോൾ ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് 1.32 ആവും. ഇവിടെ ചോദിച്ചിരിക്കുന്ന 2% ആണ്. 1.32ന്റെ ഡബിൾ 2.64. ഓക്കെ ആണോ? സോ 2.64 കൂടെ ആഡ് ചെയ്താൽ മതി. 134.64. 134.
ഓക്കെ ആണല്ലോ? 102% കണ്ടുപിടിക്കാൻ അറിയാലോ. സോ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടെ കാണുക കേട്ടോ. ഉറപ്പായിട്ടും കാണുക. അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ വലിയ ക്വസ്റ്റിനോട്ട് പോയെങ്കിലും ചെറിയ ചെറിയ നമ്പേഴ്സ് വെച്ച് ഇതെല്ലാം നമ്മൾ 100%, 2%, 5% എല്ലാം സ്പ്ലിറ്റിംഗ് മെത്തേഡ് അല്ലേ? സ്പ്ലിറ്റിംഗ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ച മെത്തേഡാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ്. അപ്പൊ അറിയാത്തവരൊക്കെ ആ ക്ലാസ് കണ്ടിട്ട് ആ സ്പ്ലിറ്റിംഗ് മെത്തേഡും കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. %69 of 148 plus 62% of 74 divided by 4. എന്താണ്? 69% of 148 plus 62% of 74 the whole divided by 4 ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ തിടുക്കത്തിൽ ചെയ്ത് ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ മറക്കല്ലേ. ഓപ്ഷനിൽ മിക്കവാറും ആ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നതിന് മുമ്പുള്ള ആൻസറും കാണും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. 69% of 148 ഉം 62% of 74. ഈ 148 ഉം ഈ 74 എന്തോ ഒരു പ്രത്യേകതയില്ലേ? എന്താണ്? 74ന്റെ ഡബിൾ അല്ലേ 148? 74ന്റെ ഡബിൾ അല്ലേ? അപ്പൊ 69% of 148 plus 69% of 148 plus 74ന്റെ ഡബിൾ എടുത്താൽ അതും 148 ആവും. 74ന്റെ ഡബിൾ എടുത്താൽ അതും 148 ആവും. സോ ഡബിൾ എടുക്കുന്നത് കൊണ്ട് 62ന്റെ ഹാഫ് ആക്കണം. 31%, 62ന്റെ പകുതി. ഒരു പ്രോഡക്റ്റില് 15 into 4 ചെയ്യാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? 30 into 2 ചെയ്യും. ഇവിടെ ഡബിൾ എടുക്കും, ഇവിടെ ഹാഫ് കൊടുക്കും. ഒരു പ്രോഡക്റ്റിൽ ഒരെണ്ണം ഹാഫ് ആക്കി മറ്റേതിനെ ഡബിൾ ആക്കൂ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഒക്കെ അങ്ങനെയല്ലേ പഠിച്ചേ? അപ്പം 62ന്റെ പകുതി 31ഉം 74ന്റെ ഡബിൾ 148 എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 4 ഉണ്ട്, ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ ആൻസർ ആയി. ഇനി 69%ഉം 31%ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 100% ആണ്. സോ 100% of 148 എന്ന് പറയുന്നത് 148 തന്നെയാണ്. ബൈ 4 ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 3 into 4 12, 28, 7 into 4 28, 37 വരും ആൻസർ. കറക്റ്റ് ആണോ? 37 കിട്ടിയോ? ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ അതിനകത്ത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ മോഡലിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. %69 of 128 plus 62% of 64 divided by 16 ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാം? ട്രൈ ചെയ്തേ. ഇതിനകത്ത് ഇട്ട് തന്നെ ചെയ്യാം. ഇനി ഓരോ സ്റ്റെപ്പ് പറയണ്ട, കാരണം കുറേ പ്രോബ്ലംസ് ആയി നമ്മൾ ഇന്ന് തന്നെ. ഓക്കെ, 128ഉം 64ഉം തമ്മിലുള്ള പ്രത്യേകത കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിനെയും കൂടെ 128 എന്ന് ആക്കുവാണ്. അതായത് 64ന്റെ ഡബിള്. 64നെ ഡബിൾ ആക്കുമ്പോൾ 62നെ പകുതിയാക്കണം. 31%. 69%ഉം 31% എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇവിടെയും 128 ആണ്, ഇവിടെയും 128 ആണ്. സോ 100% of 128 എന്ന് പറഞ്ഞാൽ 128 തന്നെയാണ്. 16 into 8 അല്ലേ 128? സോ ആൻസർ ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ പൗസ് ചെയ്തിട്ട് റിപ്പീറ്റ് ആയിട്ട് കാണുക. സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യുക, തനിയെ ട്രൈ ചെയ്യുക കേട്ടോ. അതായത് ഒരെണ്ണം ഹാഫ്, ഒരെണ്ണം പകുതി ആക്കിയിട്ട് ഒരെണ്ണം ഡബിൾ ആക്കുന്ന പരിപാടിയാണ്. അപ്പൊ സെയിം നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? 69% of 128ന്റെ കൂടെ 31% of 128 ആഡ് ചെയ്താലേ നമുക്ക് 100% എടുത്ത് 128 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് 64 മാറ്റി അതിന്റെ ഡബിൾ ആക്കിയത്. അപ്പൊ നമ്പർ സെയിം ആക്കിയിട്ട് പെർസെന്റേജുകൾ ആഡ് ചെയ്ത് എടുക്കുന്ന പരിപാടിയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ.
57% of 4,596 plus 86% of 2,298. എന്താണെന്ന് മനസ്സിലായോ? 57% of 4,596 plus 86% of 2,290. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതിന്റെങ്കിലും ഡബിളോ ഹാഫോ ഒക്കെ ആണോ? അതെ അല്ലെ, 2,298ന്റെ ഡബിൾ ആണ് 4,596 അല്ലെ, 4,596. സോ അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. 57% of 4,596 plus 86%ന് പകരം അതിന്റെ ഹാഫ് ആയ 43% എഴുതുവാണ്. പെർസെന്റേജിന്റെ ഇവിടെ ഹാഫ് ആക്കിയോണ്ട് ഇവിടെ ഡബിൾ ആക്കുവാണ്. 4,596. അപ്പൊ 57% 43% കൂടെ ആഡ് ചെയ്ത് 100% അല്ലേ? എന്തിന്റെ 100%? 4,596ന്റെ 100%. So answer 4,596. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. %78.5% of 640 plus 36% of 785 minus question mark is equal to 21 into 31. So find the value question mark. X നോട്ട് ചെയ്തു. ആ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, ഒന്ന് ശ്രമിച്ച് നോക്കേ. 78.5% of 64, 36% of 785. എവിടേക്കോ എന്തൊക്കെയോ കണ്ടുപിടിച്ചോ? എന്തെങ്കിലും കണ്ടുപിടിച്ചോ? 78.5 ഇവിടെ കിടക്കുന്നത്, 785 കിടക്കുന്നത്. എന്തെങ്കിലും പ്രബന്ധം ഉണ്ടോ? ഇവിടെ ഒരു 0 ഉണ്ട്, ഒരു 10 അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഡെസിമൽ മാറ്റാം, തിരിച്ചെഴുതാം. ഓക്കെ, ഞാൻ ആദ്യം ഇതിനൊന്ന് തിരിച്ചെഴുതാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ 2-3 സ്റ്റെപ്പ് ആക്കി തന്നെ ചെയ്ത് കാണിച്ചു തരാവേ. ശ്രദ്ധിച്ചു. 640% of 78.5 എന്ന് എഴുതിയാലും പ്രശ്നമുണ്ടോ? ദാറ്റ് ഈസ് X% of Y തന്നെയായിരിക്കും Y% of X. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലെ. X% of Y തന്നെയാണ് Y% of X. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഒരു പ്രശ്നമില്ല. 78.5% of 640 തന്നെയാണ് 640% of 78.5. അപ്പൊ അടുത്തത് 36% of 785. ഇവിടെ 78.5 ല പോയിന്റ് മാറ്റാനായിട്ട് ഈ 10 കൊണ്ട് ഇങ്ങോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 64% of 785 plus 36% of 785 minus x is equal to 21 into 31 എന്താണ്? 2 into 3 6, 2 plus 3 5 1 അല്ലെ? എങ്ങനെ ചെയ്യേണ്ടത്? 2 ഉം 3 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം 6, 2 ഉം 3 ഉം കൂടെ ആഡ് ചെയ്യാം 5, then 1 into 1 1. ഇനി 64%ഉം 36%ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 64%ഉം 36%ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 100% ആയില്ലേ? So 100% of 785. 100% of 785. That is 785 minus x is equal to 651. So actually ഇത്ര ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞതേ ഉള്ളൂ. So x is equal to 785 minus 651 ആണ്. So 5 minus 1 4 ആണ്, 8 minus 5 3 ആണ്, 7 minus 6 1 ആണ്, 134 ആണ്. 134 ആയിട്ട് കിട്ടിയായിരുന്നോ? സോ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സമയമൊന്നുമില്ല. ഇത്രയും സ്റ്റെപ്സ് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് തിരിച്ചറിയാം. ഒരേ മോഡലിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 78.5ഉം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 785. സോ മൊത്തത്തിൽ 785 എടുക്കണം. സോ ഇവിടെ 0.5 മാറ്റാനായിട്ട് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 10 ഇവിടെ നിന്ന് എടുക്കണം. ആ 10
ഇവിടുന്ന് എടുക്കുക കഴിയുമ്പോൾ ഇവിടെ 64 ഇവിടെ 36 ആണ്. ബാക്കി നമ്പർ 785 ആവും. ഇനി 64 36 കൂടെ ആഡ് ചെയ്യുമ്പോൾ 100% ആയതുകൊണ്ട് 785 തന്നെയാണ്. അതുപോലെ 21 into 31 ഞാൻ പറഞ്ഞല്ലോ, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -6 5 1 equal to x. So ആൻസർ എത്ര വരും? 134. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഓൾ. ബാക്കി കുറെ ട്രിക്കി മെത്തേഡ്സും പ്രോബ്ലംസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്പീഡ് മാത്സിന്റെ 7ാമത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ ഇന്ന് 6 ക്ലാസ്സുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 6 ക്ലാസ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസിലോട്ടും അത്തമെറ്റിക് സെക്ഷൻസിലോട്ടും ഒക്കെ പോവാം. അപ്പൊ എല്ലാവർക്കും IBPS PO അതുപോലെ തന്നെ RRB എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ മാക്സിമം പഠിക്കുക കേട്ടോ. താങ്ക് യു.